നമസ്കാരം. പ്രിയപ്പെട്ടവരെ, പാലാരൂപത ഇവാഞ്ചലൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുഗ്രഹം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പാലാരൂപത പ്ലാറ്റിനം ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് രൂപതയിലുടനീളം സംഭവിക്കേണ്ട നവീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ നാളുകളിൽ രൂപതയിൽ പ്രത്യേകമായിട്ട് പങ്കുവയ്ക്കപ്പെടുന്നത്. ഒരു സമൂഹം എന്നുള്ള നിലയിൽ ക്രിസ്തീയ സമൂഹം ദേശത്തിന് നൽകേണ്ട, രാജ്യത്തിന് നൽകേണ്ട സംഭാവനകളെക്കുറിച്ച് ചിന്തിക്കുക, ആ മേഖലയിൽ ജാഗരൂകത വെച്ച് പുലർത്തേണ്ട മേഖലകളെക്കുറിച്ച് ചിന്തിക്കുക, അതാണ് ഈ ഒരു സെഷനിൽ പ്രത്യേകമായിട്ട് നമ്മൾ നിർവഹിക്കുന്നത്. നമുക്കറിയാം, ഭാരതം ഒരു മതേതര രാഷ്ട്രമാണ്. ഭാരതാംബിക എല്ലാ വിശ്വാസത്തിൽപ്പെട്ടവരെയും എല്ലാ സംസ്കാരത്തിൽപ്പെട്ടവരെയും കൈനീട്ടി സ്വീകരിച്ച വലിയ ഒരു പാരമ്പര്യമുള്ള അമ്മയാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ വസിക്കുന്ന എല്ലാവർക്കും ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഭാരതാമ്മയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. അപ്പോൾ ക്രിസ്ത്യാനികളെന്നുള്ള നിലയിൽ നമ്മൾ നിർവഹിക്കേണ്ട ദൗത്യത്തെക്കുറിച്ച്, ഇനി നമ്മൾ ജാഗ്രത വെച്ച് പുലർത്തേണ്ട മേഖലകളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുകയാണ് ഈ എപ്പിസോഡുകളിൽ. സോഷ്യോളജിസ്റ്റുകൾ പറയാറുണ്ട്, മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. അപ്പോൾ മനുഷ്യനെന്ന് പറയുന്നത് ഒരു സമൂഹ മൃഗമാണ് എന്ന് പറയുമ്പോൾ സമൂഹ ജീവിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സമൂഹ ജീവി എന്നുള്ള നിലയിൽ ഓരോ മനുഷ്യർക്കും, പ്രത്യേകമായിട്ട് പറഞ്ഞാൽ ഓരോ മതവിശ്വാസത്തിൽപ്പെട്ടവർക്ക് എല്ലാവർക്കും സമൂഹത്തെ സേവിക്കേണ്ട, സമൂഹത്തെ ആദരിക്കേണ്ട, സമൂഹത്തെ സഹായിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ക്രിസ്ത്യാനികളെന്നുള്ള നിലയിൽ നമ്മളെ സംബന്ധിച്ചും അങ്ങനെ ഒരു വലിയ ദൗത്യം ഈ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യേണ്ടതുണ്ട്. നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഇന്ന് 2.3% ക്രിസ്ത്യാനികളാണുള്ളത്. പ്രത്യേകിച്ച് കേരളം, അതുപോലെ നോർത്ത് ഈസ്റ്റിലെ ചില സംസ്ഥാനങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് കൂടുതലും ക്രിസ്തീയ സാന്നിധ്യമുള്ള പ്രദേശങ്ങൾ. എങ്കിലും ഭാരതം എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴും ഈ ക്രിസ്തീയ സമൂഹം ഭാരതത്തിന് വളരെ ഏറെ നന്മകൾ ചെയ്യാൻ കഴിഞ്ഞ ഒരു സമൂഹമാണ്. അത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ക്രിസ്ത്യാനികൾ തിങ്ങി പറക്കുന്ന സ്ഥലങ്ങൾ കുറച്ചേ ഉള്ളൂ എങ്കിലും ക്രിസ്ത്യാനികൾ ആരംഭിച്ച് നടത്തുന്നതായ അനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭാരതത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. അത് ക്രിസ്ത്യൻ മിഷനറിമാരിലൂടെ ആരംഭിക്കപ്പെട്ട് നൂറ്റാണ്ടുകളായി അത് നടന്നുകൊണ്ടിരിക്കുന്നതുമാണ്. എല്ലാ പ്രദേശങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസ വെളിച്ചം കൊടുക്കാനായിട്ട് ഈ ക്രിസ്തീയ സമൂഹം ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ വളരെ വലുതുമാണ്. ഇന്നും അത് അഭംഗുരം തുടർന്നുകൊണ്ട് പോകുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ്. കേരളം എന്ന സംസ്ഥാനത്ത് നമ്മളെടുത്ത് പഠിക്കുമ്പോൾ കേരളത്തിൻ്റെ പുരോഗതിയുടെ ചരിത്രം നമ്മൾ നോക്കിയാൽ ക്രൈസ്തവ സമൂഹത്തിന് നിഷേധിക്കാനാവാത്ത സ്ഥാനം അതിലുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അത് സംസ്ഥാനത്തിൻ്റെ ഏതെല്ലാം മേഖലകൾ നമ്മളെടുത്ത് പരിശോധിച്ചാലും ആ മേഖലകളിലെല്ലാം ക്രിസ്തീയ സമുദായത്തിൻ്റെ സജീവമായ ഒരു ഇടപെടൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയെ ത്വരിതപ്പെടുത്തുവാൻ ഈ സമൂഹം നൽകിയിട്ടുള്ള സംഭാവനകൾ അതുല്യമാണ്. കാർഷിക മേഖലയിൽ, വ്യാപാര മേഖലയിൽ, ബാങ്കിങ് രംഗത്ത്, ഇവിടെയൊക്കെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഇടപെടലും സാന്നിധ്യവും മുൻകാലങ്ങളിൽ വളരെ ശക്തമായിരുന്നു. തൊഴിലുകൾ സൃഷ്ടിക്കാനും അങ്ങനെ അനേകർക്ക് തൊഴിൽ കൊടുക്കാനും അതുവഴിയായിട്ട് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില ഉയർത്താനും ഒക്കെ കേരളത്തിലെ ക്രിസ്തീയ സമൂഹം മുമ്പിലുണ്ടായിരുന്നു എന്നുള്ളത് നിസ്തർക്കമായ സംഗതിയാണ്. വീണ്ടും വിദ്യാഭ്യാസ മേഖലയിൽ ക്രിസ്തീയ മിഷണറിമാരിൽ ആരംഭിച്ച്, എന്ന് വെച്ചാൽ 20 നൂറ്റാണ്ടുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ക്രിസ്തീയ മിഷണറിമാരിൽ ആരംഭിച്ച് ഇന്നും അഭംഗുരം തുടർന്നു കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണത്. അനേകർക്ക് വിശ്വാസ വെളിച്ചം നൽകാൻ, അങ്ങനെ നമ്മളുടെ രാജ്യത്തിന് അറിവിൻ്റെ വെളിച്ചം പകരാൻ മുമ്പിൽ നിന്ന ഒരു സമൂഹമാണ് ക്രിസ്തീയ സമൂഹം. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം, ക്രിസ്ത്യൻസ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം, അതുപോലെ തന്നെ അതിൻ്റെ പഴമ,
അതുപോലെ തന്നെ അവിടെ പഠിച്ചിറങ്ങിയ ആളുകളുടെ ഉന്നതമായ സ്ഥാനങ്ങൾ, ഇതെല്ലാം വിദ്യാഭ്യാസ മേഖലയിൽ ക്രിസ്തീയ സമൂഹം കൊടുത്തിട്ടുള്ള ആ കോൺട്രിബ്യൂഷനെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും സർക്കാർ മേഖല, സേവന മേഖലകളിൽ, നയരൂപീകരണ രംഗത്ത്, ഭരണമേഖലയിൽ, ഇവിടെ എല്ലാം ക്രിസ്തീയ സമൂഹം അത് വളരെ വലിയ ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ പോലും നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെയാണ് എന്നത് ഈ കാലഘട്ടത്തിൽ ഓർക്കുകയാണ്. കലാ സാംസ്കാരിക രംഗത്തും അതുപോലെ മത സാമൂഹിക സൗഹാർദ്ദ രംഗത്തും ക്രിസ്ത്യാനികൾ ഒട്ടും പിമ്പിലായിരുന്നില്ല. എല്ലാവരോടും സമഭാവനയോടെ പെരുമാറുന്നതിലും നാടിൻ്റെ സംസ്കാരത്തിന് ചേർന്ന വിധം പെരുമാറുന്നതിലും മതസൗഹാർദ്ദം നിലനിർത്തുന്നതിലും എല്ലാം ഈ സമൂഹം എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിലൊക്കെ ആണെങ്കിൽ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന പല അനാചാരങ്ങളും ദുരാചാരങ്ങളും നീക്കം ചെയ്യാൻ പോലും ക്രിസ്തീയ സമുദായത്തിൻ്റെ സാന്നിധ്യം, അവരെ നൽകിയ വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേക രീതികൾ ഒക്കെ കാരണമായിട്ട് തീർന്നിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ സതി എന്ന് പറയുന്ന ഒരു ആചാരം, അതുപോലെ തന്നെ തീണ്ടൽ, തൊടിയിൽ, ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം വിദ്യാർത്ഥികളെ ഏത് ജാതിയെന്നോ മതമെന്നോ വ്യത്യാസമില്ല ഒന്നിച്ചിരുത്തി പഠിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് ക്രിസ്തീയ സമൂഹം കൈപിടിച്ചുയർത്തി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മളുടെ ഇതൊക്കെ പണ്ട് കാലത്ത്, കുറേ കാലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെ ചില മാനങ്ങൾ ഞാൻ പങ്കുവയ്ക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് പല മേഖലകളിലും ഈ സമൂഹം പിന്നോക്കം പോയിരിക്കുന്നു, നമ്മൾ പിന്നോക്കം പോയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് എവിടെയാണ് ജാഗ്രത ആവശ്യമുള്ളത് എന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് നമ്മൾ ഈ ഒരു സെഷൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പല മേഖലകളിലും നമ്മൾ പിന്നോക്കം പോയിരിക്കുന്നു. ഇപ്പോൾ മികച്ചു നിൽക്കുന്ന പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസ മേഖലയിൽ അന്നത്തേതുപോലെ ഇന്നും ക്രിസ്തീയ സമൂഹം മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ ആതുര ശുശ്രൂഷ മേഖലകളിലും ക്രിസ്തീയ സമൂഹത്തിൻ്റെ സാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ്. ആരോരുമില്ലാത്ത നിരാലംബരായ ആളുകളെ ശുശ്രൂഷിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയിൽ കേരള സമൂഹത്തിൽ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന റോള് വളരെ വലുതാണ് എന്ന് ഓർമ്മിക്കുകയാണ്. അടുത്ത സെഷനുകളിലൂടെ എൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്ന ചിന്ത ഇതാണ്: ഇനിയും ഈ രാജ്യത്തിൻ്റെ, ഈ സമൂഹത്തിൻ്റെ ശക്തി സ്രോതസ്സായി നിൽക്കുന്ന വിധത്തിൽ ക്രിസ്തീയ സമൂഹം ഇനിയും മാറേണ്ടതുണ്ട്. പണ്ട് ചെയ്തിരുന്ന സമൂഹത്തെ വളർത്തുന്ന അല്ലെങ്കിൽ രാജ്യത്തിന് ശക്തി നൽകുന്ന പ്രവർത്തനങ്ങളിൽ ക്രിസ്തീയ സമൂഹം ഇനിയും വരേണ്ടതുണ്ട്. അപ്പോൾ ഏതെല്ലാം മേഖലകളിലാണോ നമുക്ക് വീഴ്ചകൾ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ കുറവുകൾ വന്നിട്ടുള്ളത്, അത് തിരുത്തി വീണ്ടും ഊർജ്ജസ്വലതയോടുകൂടി രാഷ്ട്ര സേവനത്തിന് ഇറങ്ങിപ്പുറപ്പെടുവാനായിട്ട് നമുക്ക്, അല്ലെങ്കിൽ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തുവാൻ ഓരോ ക്രിസ്ത്യാനിക്കും കടമയുണ്ടോ എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ തുടർന്നുള്ള ദിവസങ്ങളിലെ ചർച്ചകളിൽ ഏതെല്ലാം മേഖലകളിലാണ് നമുക്ക് ജാഗ്രത ആവശ്യമുള്ളത്, നമ്മുടെ പ്രവർത്തന ശൈലി മാറ്റേണ്ടത്, നമ്മൾ കൂടുതൽ ശക്തിപ്പെടേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കും. നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ ആ വിഷയങ്ങൾ കൂടുതലായിട്ട് കാണാം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.